ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കേ വളരെ പെട്ടെന്നൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ? ഇപ്പോൾ എല്ലായിടത്തും ഇഫ്താറിനുള്ള സ്നാക്സിൻ്റെ റെസിപ്പീസൊക്കെ അല്ലേ. അപ്പോൾ നമുക്കും ഒരു ഈസി സ്നാക്സ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു 3 വലിയ സവാള, പിന്നെ ഒരു 5-6 പച്ചമുളക്, ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, ഒരു ബോൾ വെളുത്തുള്ളി, ഇതെല്ലാം ഇങ്ങനെ കുരുകുരാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊരു ചിക്കൻ ബ്രസ്റ്റ് പീസിൻ്റെ ഒരു 3 പീസുണ്ട്, അതും ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ സാധാ നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കത്തില്ലേ, ചിക്കൻ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കത്തില്ലേ, ഏകദേശം ആ ഒരു ഫില്ലിങ്ങാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടിത് പുരട്ടിയെടുക്കണം. എല്ലാ പീസിലും ഈ ഉപ്പും മഞ്ഞളും മുളകും ചിക്കൻ മസാലയും ഒക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു 10 മിനിറ്റ് അവിടെ വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാനിലേക്കിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതേസമയം അപ്പുറത്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഒരേ സമയം പെട്ടെന്ന് കാര്യം കഴിയുമല്ലോ. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഈ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ചിക്കൻ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ സവാളയെല്ലാം വഴറ്റി എടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ ഫ്രൈ ഇത് രണ്ടും ഒരുമിച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ സവാള എല്ലാം ഒന്ന് വഴലാൻ ആവശ്യമായ ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുഞ്ഞി തക്കാളി അല്ലെങ്കിൽ ഒരു വലിയ തക്കാളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ആ തക്കാളിയും സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. നമ്മുടെ ചിക്കനും ഇതെവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടിങ്ങനെ ഉടയുന്ന പരുവത്തിലോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ചിക്കൻ മാരിനേറ്റ് ചെയ്യാനെടുത്ത അതേ മസാല തന്നെയാണ് ഞാനിവിടെ സവാളയിലേക്കും എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വഴറ്റി മസാലയുടെ എല്ലാം പച്ചമണം മാറിക്കഴിയുമ്പം നമുക്ക് ഈ സവാളയെല്ലാം ഒന്നിങ്ങനെ ഉടച്ച് തവി കൊണ്ട് തന്നെ ഒന്നിങ്ങനെ ഉടച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കട്ട്ലറ്റിൻ്റെ മിക്സ് പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു ഇഡ്ഡലി പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് ബ്രെഡ് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ബ്രെഡ് ആവി കയറ്റി കഴിയുമ്പം നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. കറിയുടെ കൂടെ കഴിക്കാനാണെങ്കിലും ഒക്കെ ആവി കയറ്റി ബ്രെഡ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലൊരു ഭയങ്കര സോഫ്റ്റാണ്. അപ്പം ഞാൻ ആ മസാലയിലേക്ക് മല്ലിയില ചേർക്കാൻ വിട്ടുവരുന്നു. അപ്പം ഈ ചൂടോടെ തന്നെ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് നടച്ച് വെച്ചേക്കാം. അപ്പോഴത്തേക്കും ബ്രെഡ് ഒന്നായി വരും. ബ്രെഡ് ആവാൻ ഒരു 2 മിനിറ്റ് മതിയാവും. നന്നായിട്ട് സോഫ്റ്റായ ബ്രെഡ് എടുത്ത് അതിൻ്റെ 4 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിന് നടുക്കൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പം ചീസൊന്നും ചേർക്കാറില്ല. പക്ഷേ ഇപ്പം ഞാൻ അതിൻ്റെ നടുക്ക് കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ഷേപ്പിലെടുത്ത് നോക്കാം. ഇതിപ്പോൾ രാവിലെ ഉണ്ടാക്കിയാൽ നമുക്ക് പിള്ളേർ സ്കൂളിൽ പോകുമ്പം സ്നാക്സൊക്കെ എന്തെങ്കിലും കൊടുത്തു വിടണമല്ലോ, അങ്ങനെയായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ഒരു 2-3 ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്കതൊന്ന് മുട്ടയിലൊന്ന് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലും ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാൻ.
ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുക ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. കാരണം ഉള്ളിലുള്ള മസാലയും വെന്തതാണ്, പിന്നെ പുറത്തുള്ളത് ബ്രെഡാണ്. അപ്പോൾ ജസ്റ്റ് ആ ബ്രെഡ് ഒന്ന് ക്രിസ്പി ആയിട്ട് വന്നാൽ മതിയാവും. ഇപ്പം എല്ലാം നമുക്ക് എണ്ണയിലൊന്ന് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഇനി പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഫില്ലിംഗ് ഒക്കെ എങ്ങനെയാണ് നിറഞ്ഞിരിപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. നല്ല ഫില്ലിംഗ് ഒക്കെ നന്നായിട്ടിരിപ്പുണ്ട്. അതിൻ്റെ കൂടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാനാട്ടോ നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.